ഇതെന്താ ചോദിക്കാമെന്ന് പുസ്തകം എന്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടില്ല. ഉടനെ പോയിട്ടുണ്ടോ? പുൽപ്പറ്റ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല, പോയാൽ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഏകദേശം 10 മണി സമയമുണ്ട്. അതിനിടയ്ക്ക് പോയി വരാവുന്ന ദൂരമാണ് പുൽപ്പറ്റ. അദ്ദേഹം പോയി കൊണ്ടുവരട്ടെ. കുറെ കാലമായി നിങ്ങൾ നാടിന് നോട്ടീസ് ഇറക്കി മുജാഹിദുകൾ മുമ്പേ തന്നെ ഇത് ആഘോഷിക്കുന്നവരാണ് എന്നും ആചരിക്കുന്നവരാണ് എന്നും പുണ്യമായി പറഞ്ഞവരാണ് എന്നും ഈ സാധാരണക്കാര സമുദായത്തെ പറഞ്ഞു വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പരസ്യമായി ആ മൈക്കിയുടെ സഹോദരൻ മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോകണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. പുസ്തകം എന്റെ കയ്യിലില്ല. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ആ പുസ്തകത്തിന് ശരിയായ പകർപ്പ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ശരിയായ പകർപ്പ് കോപ്പിയല്ല, അതിന് കട്ടിങ്സ് അല്ല. ഏതെങ്കിലും സുന്നിയും വാരികയിൽ വന്ന അതിന് കട്ടിങ്സ് അല്ല പറയുന്നത്. ആ ലേഖനം മുഴുവനായും താങ്കൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ആ ലേഖനം പുസ്തകം ഫുള്ളായിട്ട് വായിക്കാനല്ലേ പറഞ്ഞില്ലല്ലോ. ഞാൻ ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഉദ്ദേശിച്ച ലേഖനം ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് അബദ്ധം. ഇല്ലാത്ത താങ്കൾ പറഞ്ഞതാ. ഉണ്ട് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഉണ്ട് എന്ന് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ടത്. ഇല്ലാത്ത കളവ് പറഞ്ഞ് അവസാനം താങ്കൾ തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല പൂർണ്ണമായും എന്ന് പറഞ്ഞു. താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഏതെങ്കിലുമൊക്കെ ആളുകൾ താങ്കൾ വലിയ കാലുമാരായി കാണുന്ന, ഉസ്താദുമാരായി കാണുന്ന, മുദരിസുമാരായി കാണുന്ന, വലിയ വലിയ ശൈഖന്മാരായി താങ്കൾ വിചാരിക്കുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ കുപ്രചാരം അഴിച്ചുവിടുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചതാണ് താങ്കൾക്ക് പറ്റിയ അബദ്ധം. താങ്കൾ ആക്ഷേപിക്കുന്നില്ല, താങ്കൾ വിമർശിക്കുന്നില്ല. താങ്കൾ വിചാരിച്ചു സാക്ഷാൽ പേരോട് മുസ്ലിയാരും അതിനപ്പുറമുള്ള ശൈഖന്മാരുമൊക്കെ സത്യമായിരിക്കും പറയുക എന്ന് സാധാരണക്കാർ താങ്കൾ ധരിച്ചുപോയി. നേരത്തെ വന്ന സുഹൃത്തും സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് ജ്യേഷ്ഠനടക്കമുള്ള സഖാഫിമാരെ കുറിച്ച് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അവരൊക്കെ പറയുന്നത് സത്യമായിരിക്കുമെന്ന്, സംഗതി അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് അവരൊക്കെ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ ആ വിഷയവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യവും രണ്ടും ഇവിടെ കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവ് എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കണം, ഇതില്ല ബിദ്അത്താണ് എന്ന് തെളിയിക്കണമെന്ന. അവസാനം അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു, അങ്ങനെ ഖുർആന് കൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ട് തെളിഞ്ഞോളണമെന്നില്ല എന്ന് വ്യക്തമായിട്ടാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സ്ത്രീകളെ പള്ളി പ്രവേശനം ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ബിദ്അത്താണ് എന്ന് ആയത്തോതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ബിദ്അത്താണ് എന്ന് ഒരു ഹദീസ് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ ഈ സ്ത്രീകള് നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ പള്ളിയിൽ പോയതായി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുവെന്നാ പറഞ്ഞത്. ഇമാം ഷാഫിഈ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിനും വായിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇദ്ദേഹം വന്നത് മുജാഹിദ് മുൻകാല നേതാക്കന്മാര് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന. എവിടെ എഴുതി എന്ന് ചോദിച്ചിട്ട് ആ ലേഖനം വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. ആ വാക്ക് അദ്ദേഹം പാലിക്കുമെങ്കിൽ, ആ വാക്കിന് വല്ല വിലയും ഉണ്ടെങ്കിൽ അദ്ദേഹം പുൽപ്പറ്റടുത്താണല്ലോ, അവിടെ പോയി വരാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. 10 മണി വരെ നമുക്ക് പെർമിഷൻ ഉണ്ട്, വേണമെങ്കിൽ പിന്നെയും കാത്തിരിക്കാം. അദ്ദേഹം പോയി ആ ലേഖനം കൊണ്ടുവന്ന് ആ ലേഖനം പൂർണ്ണമായും ഈ മൈക്കിന് മുമ്പിൽ വെച്ച് വായിച്ച് കേൾപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റു പലതുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ആ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വിശദീകരണം എന്താണെന്ന് കേൾക്കാം. ഏത് പുസ്തകം സക്കരിയ സലാഹി വിഷയം അദ്ദേഹത്തെ പറഞ്ഞു. അങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പരാമർശം. ഏത് പുസ്തകം? താങ്കൾ കാണാത്തൊരു പുസ്തകം ഉദ്ധരിച്ചിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞ പുസ്തകം ഏതാണ് എന്നാണ്? സക്കരിയ സലാഹി നൂറുകണക്കിന് പുസ്തകങ്ങൾ പറഞ്ഞു. മൗലവി സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി, MCC മൗലവി ഇവരൊക്കെ മൗലവിന് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സക്കരിയ സലാഹി പറഞ്ഞിരുന്നു എന്ന് താങ്കൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. KM മൗലവിയും MCCയും പോലെയുള്ള പണ്ഡിതന്മാർ മൗലിനെ ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സക്കരിയ സലാഹി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. ചോദിച്ചോളൂ. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞത് അന്ന് അദ്ദേഹം പല അർത്ഥത്തിലും അന്ന് മാസൂമല്ലായിരുന്നു. പൊതുവെ പല ആൾക്കാരും മാസൂം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശരിയാണ്. KM മൗലവി ആദ്യകാലത്ത് ഒരു മുസ്ലിയാരായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്. KM മൗലവി ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാന ആദർശമാണ്, ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്ന ആദർശമെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലേക്ക് മാറി നിന്നത്. ആ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അവരെ
കാണിക്കവെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രമാണമല്ല, അതിലേക്കല്ല നയിക്കുന്നത്, അതിലേക്കല്ല ക്ഷണിക്കുന്നത് എന്നാണ് സക്കരിയ സ്വലാഹി പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു, പുണ്യമാണെന്ന് പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവരുടെ മേൽ ഏറ്റവും വലിയ ദുരാരോപണമാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുക. ഞാനിവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ചാല്, ഇവിടെ സക്കരിയ സ്വലാഹി വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു അങ്ങനെ അന്ന് ഒരു യഥാർത്ഥത്തിൽ സുന്നി ആശയപ്രകാരമായിരുന്നു എന്നും എന്നാണ് പറഞ്ഞത്. പുസ്തകത്തിലുള്ളത് എന്ന് വെച്ചാൽ അന്ന് കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിക്കുമ്പോൾ സുന്നിയാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അർത്ഥത്തിൽ അത് മറുപടി ഇന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഞാൻ അടുത്തേക്ക് പോകാനായിട്ടില്ല, ഇത് പറയണം. അടുത്തേക്ക് പോകാനില്ല. ഒന്നുകിൽ താങ്കൾ ഉന്നയിച്ചത് ശുദ്ധ കളവാണ്, ഇത് സമ്മതിക്കണം. അതല്ലെങ്കിൽ താങ്കൾ അത് കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറാവണം. രണ്ടാമത് അത് കുടുങ്ങി അടുത്ത ചോദ്യത്തിന് പോകുക. അടുത്ത ചോദ്യം ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഇത് തീരുമാനമായിട്ട് മതി. അടുത്ത ചോദ്യം തീരുമാനം ഒന്നിന് തുറന്ന് പറയൂ, ഞാനത് കണ്ടിട്ട് അത് ഉന്നയിച്ചത് ശരിയായില്ല എന്ന് സമ്മതിക്കൂ. അതല്ലെങ്കിൽ താങ്കൾ പോയി കൊണ്ടുവരൂ, പുൽപ്പറ്റയല്ലേ, അധികം ദൂരമില്ലല്ലോ. ഹലോ, ഞാൻ ഇപ്പോ പറഞ്ഞത് എനിക്ക് അത് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഞാൻ വീണ്ടും സമയത്ത് ഹാജരാക്കാം. ഇപ്പോൾ എന്റെ കയ്യിൽ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാനത്തേക്ക് ഹാജരാക്കുന്നില്ല, അത് സമ്മതിക്കുന്നു. ഞാൻ സാധനം കൊണ്ടുവന്ന് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഒരു കാലത്ത് അനുവദനീയവും അതായത് തീരുമാനം എന്താ പറഞ്ഞത്? ജിന്ന് പറയാം, അത് ഇൻസ് കഴിയട്ടെ. ഇൻസ് കഴിഞ്ഞിട്ട് ജിന്ന് പറയാനോ, ഇൻസിന് തീരുമാനിക്കുക. ഇൻസിന്റെ വാക്കിയാ പറയാം, പിന്നെ ജിന്ന്. നമുക്ക് ജിന്നും ശൈത്താനും മലക്കൊക്കെ പറയാം. അത് ഇൻസിന്റെ ഈ ഏർപ്പാണ്ടല്ലോ, ഈ കുറെ ഇൻസാനിയങ്ങൾ നാട് നീളം ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കണേ, അത് തീരുമാനിക്കുക. എന്നിട്ടല്ലേ ജിന്നും ശൈത്താനൊക്കെ അപ്പോഴേക്ക് ചെല്ലുമ്പോ കൂടിയാലോ. ഞാനിവിടെ പറഞ്ഞത് എന്റെ കയ്യിൽ ഹാജരാക്കാൻ എന്റെ കയ്യിൽ സാധനം ഇല്ല എന്നെ സമ്മതിച്ചു. ഓക്കെ, രണ്ടാമത് ഏത് പുസ്തകമാണ് ഉദ്ദേശിച്ചത്? ഇത് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകം മൗലിനെ സംബന്ധിച്ച് പണ്ഡിത സഭ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി, മൗലിക സംബന്ധമായി അത് ന്യായീകരിച്ചുകൊണ്ടോ അതിനെ പ്രശംസിച്ചുകൊണ്ടോ ഒരു പ്രത്യേക പുസ്തകം കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതൊരു കാര്യം പറയട്ടെ, ഏതായാലും താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്നൊരു വസ്തുതയാണ്. പക്ഷെ താങ്കളെ പറ്റിച്ച മുസ്ലിയാക്കന്മാർ, താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച മുസ്ലിയാക്കന്മാർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ കുഴപ്പമില്ല, വിളിച്ചോളൂ. താങ്കൾ പുസ്തകം വിളിച്ചു ചോദിക്കുക, അവരാണല്ലോ പറ്റിച്ചത്. അങ്ങനെ അവര് പറഞ്ഞ് താങ്കളെ പറ്റിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ തന്നെ താങ്കൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന, താങ്കൾ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. താങ്കൾ ഉദ്ദേശിച്ച പുസ്തകം ഏതാണോ, താങ്കൾക്ക് പറയാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, താങ്കൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, ആ പുസ്തകത്തിൽ നിന്ന് താങ്കൾ അനിവാര്യമായും വായിക്കേണ്ടുന്ന ഒരു ഭാഗം, അനിവാര്യമായും അറിയേണ്ടുന്ന കേൾക്കേണ്ടുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കുമല്ലോ. അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ നാം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അതാണ് പ്രസക്തമായ ഭാഗം. എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായമാണ് അനേകകാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകളെ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിലില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലീദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ എന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലിപ്പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും
അത് തന്നെ റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത്. ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? താങ്കൾ പേര് പറയാൻ മടിച്ച, താങ്കൾ വായിക്കാൻ പ്രയാസപ്പെട്ട പുസ്തകം ഏതാണോ അതേ പുസ്തകത്തിലാണ് പറഞ്ഞത് ഇങ്ങനെയല്ല നബിയെ പിൻപറ്റേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്. മുല്ല എന്തൊക്കെയോ ഒന്ന് ചൊല്ലിപ്പറഞ്ഞു പോകുന്നു, എന്ത് ചൊല്ലുന്നുവെന്ന് മുല്ലക്കറിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്തുതിയും ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിക്കുകയും തിരുമേനിയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ സ്നേഹത്തിന് പാത്രവാന്മാരായി തീരുകയില്ല. അല്ലാഹു തആല പറയുന്നു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അതീഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ തുടങ്ങിയ ആയത്തുകളും സമാനമായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബിയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രഭാഷകന്മാരുടെ പ്രസംഗഭാഗം കട്ടുമുറിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു മാസികയിൽ പോലും കട്ടുമുറിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായിരുന്നാലും അത് പറയാൻ അവസരമുണ്ടാക്കി തന്ന സുഹൃത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചതെന്ന് മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ചോദ്യകർത്താവിന് ആ ഗ്രന്ഥം കൊണ്ടുവരുവാനോ അത് വിശദീകരിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നതും വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കുവാനുണ്ടെങ്കിൽ ഒരു അവസരം കൂടി നൽകുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിന്റെ പേരും പേജും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗം അതിലുണ്ടോ ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ഭാഗവും പറഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ നിങ്ങൾ പുസ്തകത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പേരും പേജും പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം, അത് സാധിക്കുമെന്നായിരുന്നു. പിന്നീട് പറഞ്ഞു എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, 10 മണി വരെ സമയമുണ്ട്, പുൽപ്പറ്റ പോയി വരാൻ വളരെ എളുപ്പമാണ് എന്നും വേദിയിൽ നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഉപചോദ്യവും ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് അവസരം നൽകുകയാണ്. ഇതുമായി എനിക്ക് ചോദിക്കാനുള്ളത്, നബിദിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്, എന്റെ കയ്യിൽ ഹദീസ് ഞാൻ ഉദ്ധരിച്ചാൽ സനദ് ചോദിച്ചാൽ സനദ് കാണിക്കാൻ അതിന് കയ്യിലില്ല. ചോദ്യം ചോദിക്കൂ. റബീഉൽ അവ്വൽ 12 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ 12 പ്രത്യേക പരിപാടികൾ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സംഭവം ചെയ്തിട്ടുണ്ട് എന്നതിന് രേഖയുണ്ട്. ഇതിന് ഹദീസും സനദും ചോദിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ എന്റെ കയ്യിൽ അതാക്കി തരാൻ എന്റെ കയ്യിലില്ല എന്ന് അതിനെ പറയുന്നത്. കാരണം നിങ്ങൾക്കത് അറിയാം, ഞാൻ സനദ് കൊണ്ടുവന്നിട്ടില്ല എന്ന്, കിതാബ് കൊണ്ടുവന്നിട്ടില്ല എന്നും അതെനിക്ക് വായിക്കാൻ അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ 12 പ്രത്യേകമായി ചില സംഗതികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നല്ലേ ചോദ്യം? അതല്ലേ ചോദ്യം അല്ലേ? അപ്പൊ ഏതായാലും KM മൗലവിയെ അദ്ദേഹം വിട്ടു. ഇനി അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റബീഉൽ അവ്വൽ 12 ഇങ്ങനെ പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തു. നിങ്ങൾ കിതാബ് ഏതാ ചോദിക്കേണ്ടതില്ല. അറബി മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് തന്നെ മൂപ്പരിപ്പോ സംഗതി വിട്ടു. അപ്പൊ ഈ കിതാബ് ചോദിക്കരുത്, സനദ് ചോദിക്കരുത്, ഹദീസ് ചോദിക്കരുത്, സംഗതി കിതാബിലുണ്ട്. ഇതാണ് മുതിർന്ന മുസ്ലിയാക്കന്മാരുടെ വിജയവും. ഇങ്ങനത്തെ കുറെ അനുയായികൾ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാസാക്കി കൊടുക്കുന്ന കുറെ അനുയായികൾ, അതാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ ശൈഖുനന്മാരെ രംഗത്തിറങ്ങുന്ന ആളുകളുടെ വിജയമെന്ന സുഹൃത്തിനെ സ്നേഹത്തോടുകൂടി ഉറപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ സിദ്ദീഖ് ഉമർ ഖത്താബും അങ്ങനെ ചെയ്തു എന്നുള്ള വാദം ന്യായമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ സുഹൃത്ത് ഉദ്ദേശിച്ച ആ വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ മുൻഗാമികളായ ഇതൊക്കെ വിദഗ്ധാണെന്ന് പറഞ്ഞ ആളുകൾ ആരും കണ്ടില്ല എന്ന് സമ്മതിക്കലായി പോകുമല്ലോ. ആരെല്ലാം പറഞ്ഞു? അബൂ ഉസാമ റഹിമഹുല്ലാഹ് പറഞ്ഞു നമ്മുടെ കാലത്തുണ്ടായത് പുതിയ ആചാരമാണ്. സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു സംഗതി വിദഗ്ധാണ് പക്ഷെ നല്ലതാണ് എന്ന് പറഞ്ഞു. അതേപോലെ അവിടെ ഇങ്ങോട്ട് അതിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമായ ധാരാളം പണ്ഡിതന്മാർ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ചു ഇത് മുളഫർ രാജാവ് ഉണ്ടാക്കിയ ചര്യയാണ്. 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ആരംഭിച്ചു. പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ മുളഫർ രാജാവ് അത് ഏറ്റെടുത്ത് അത് പ്രചരിപ്പിച്ചുവെന്ന് മാത്രം
മാത്രവുമല്ല സുന്നിയായി ജീവിച്ചു മരിച്ചുപോയ തഴവ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പോലും അൽ മവാഹിബുൽ ജലിയയിൽ മൗലീദിന്റെ മഹത്വം പറഞ്ഞ, മൗലീദ് കഴിച്ചാൽ മെച്ചമുണ്ടെന്ന് പറഞ്ഞ